ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ കഷ്ടവും സങ്കടവും നിങ്ങൾ അനുഭവിക്കുന്നു എന്നോർപ്പിക്കുന്ന ഒരു വചനമാണ്. മനുഷ്യജീവിതത്തിൽ കഷ്ടവും സങ്കടവും ഒന്നിന് പിന്നാലെ ഒന്നായി കടന്നു വന്നിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയാതെ വരുന്ന ഘട്ടങ്ങൾ ഒരു പക്ഷെങ്കിൽ കടന്നു വന്നെന്ന് വരാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിലാപങ്ങളുടെ പുസ്തകമെന്ന് പറയുന്നത് ജനത്തിൻ്റെ സങ്കടം ആഴമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 7 മുതൽ വാക്യം പറയുന്നത്, പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലി കെട്ടി അടച്ച് എൻ്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എൻ്റെ പ്രാർത്ഥന തടുത്ത് കളയുന്നു. വെട്ടുകല്ലുകൊണ്ട് അവൻ എൻ്റെ വഴി അടച്ച് എൻ്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. അവൻ എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും മറഞ്ഞു നിൽക്കുന്ന സിംഹത്തെപ്പോലെയും ആകുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ കഷ്ടത നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലങ്ങളെക്കുറിച്ച് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. 15-ാം വാക്യത്തിൽ വരുമ്പോൾ, അവൻ എന്നെ കയ്പുകൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 22-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. ഒരു നിലയിലും മുൻപോട്ട് പോകുവാൻ കഴിയാത്തതുപോലെ ജീവിതം മുഴുവനും കൈപ്പേറിയ സങ്കടം നിറഞ്ഞ വേദനകൾ നിറഞ്ഞ വഴിത്താരകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം മുടിഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. കഷ്ടവും സങ്കടവും ജീവിതയാത്രയിലേക്ക് കടന്നു വരുന്നു എങ്കിലും അതിനപ്പുറത്ത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും വഴികളിൽ നമ്മെ എത്തിക്കുവാൻ ശക്തനായൊരുവൻ നമ്മുടെ കരങ്ങളിൽ പിടിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന സകലത്തിന്മേലും അധികാരമുള്ള ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ആധികാരികമായി ഓർപ്പിക്കുന്നത്. പ്രവാസം കഴിഞ്ഞ് മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു പോകുവാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ഫറവോൻ്റെ രാജ്യത്തനുഭവിച്ച കഷ്ടവും സങ്കടവുമൊക്കെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് ആഴമായി ഓർപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ അവർ ആഴമായി കരയുന്ന നിലവിളിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അവർക്ക് വേണ്ടി വെളിപ്പെട്ട് അവരുടെ അടിമത്തത്തിൻ്റെ കഷ്ടതയിൽ നിന്ന്, അവരുടെ സങ്കടം നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് ദൈവം അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരുന്ന പിതാക്കന്മാരുടെ അവകാശ ഭൂമിയിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളുമൊക്കെ കടന്നു വരുമ്പോഴും നമ്മെ അതിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ള സർവശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമ്മെ ഗൗരവത്തോടു കൂടി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 20-ാം സങ്കീർത്തനം
1-ാം വാക്യം വായിക്കുന്നത്, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളും, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കഷ്ടവും സങ്കടവും ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയം വയ്ക്കാം. ആ നിലകളിൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാം. ദൈവിക അനുഗ്രഹങ്ങളും വിടുതലുകൾക്കും വേണ്ടി കാത്തിരിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ വന്ന വഴികൾ കഷ്ടവും സങ്കടവും വേദനയും നിന്നെയും പഴികളും പരിഹാസങ്ങളും അപമാനങ്ങളും നിറഞ്ഞതാണ്. എന്നാൽ ദൈവം ഞങ്ങളെ നടത്തിയതോർത്തും നന്ദി. പിന്നെയും ഞങ്ങളെ നിർത്തണമേ. ഞങ്ങളുടെ കഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.